ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമ്മൾ മക്കയിൽ തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. മാഷാ അല്ലാഹ്, ഒരു വട്ടം കൂടി നമ്മൾ ഉംറ ചെയ്യാൻ എഴുതിയിട്ട് ആയിഷ പള്ളിയിലേക്ക് പോക്കാം കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ഈറാൻ കെട്ടാൻ വേണ്ടിയിട്ട് അവിടേക്കാണ് നമ്മൾ രണ്ടാമതും ഈറാൻ കെട്ടാൻ വേണ്ടിയിട്ട് പോകാൻ ആയിഷ പള്ളിയിലേക്കാണ് കേട്ടോ പോകേണ്ടത്. നല്ല വിശാലമായ ഒരു പള്ളിയാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു പള്ളി കാണുന്നത്. മാഷാ അല്ലാഹ്, ആയിഷ മസ്ജിദിൻ്റെ ഈ ഒരു പുറം ഭാഗമൊക്കെ നല്ല ആൾക്കാരൊക്കെ വന്നിരുന്ന് ഒന്ന് നല്ല സെറ്റപ്പ് ആണ് കേട്ടോ. ഒരു മജ്ലിസൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നൊക്കെ ഉണ്ട് ആൾക്കാർ, സൗദികളും എല്ലാ ആൾക്കാരും. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മളൊരു ഫാമിലി ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായി കേട്ടോ. മാഷാ അല്ലാഹ്, നമുക്ക് സ്നാക്സും ജ്യൂസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്ന് അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ 2 റക്അത്ത് നിസ്കരിച്ചു, ദുആ ചെയ്ത് നമ്മൾ ഈറാനൊക്കെ കെട്ടിയിട്ട് നമ്മൾ ഇഹ്റാം കെട്ടി നമ്മളെ ഹറമിലേക്ക് തന്നെ പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇതാണ്, ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. മുഴുവനായി കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്ക് മാഷാ അല്ലാഹ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബെൽ ബട്ടനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കമൻറ്റ് എഴുതിയവർക്കൊക്കെ എല്ലാവർക്കും എല്ലാവിധ റാഹത്തും ബർക്കത്തും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യാൻ കേട്ടോ. മക്ക വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ റൗള ഷെരീഫിൻ്റെ ഒക്കെ വീഡിയോസ് ഇട്ടപ്പോൾ കമൻറ്റ് അറിയിച്ചവരൊക്കെ ഉണ്ട്. എല്ലാവരും മുറാദുകളും ഹാസിലാക്കി തരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ റെസ്റ്റ് ചെയ്തിട്ടുണ്ടായിനി കുറച്ച് നേരം. അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു ആയിഷ മസ്ജിദാണ് കേട്ടത്. അതിൽ നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ പുറം ഭാഗവും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് നിസ്കരിച്ചു ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ബസ് ഇട്ടത് ഇവിടുത്തെ ബസ്സാണ്, സൗദി അറേബ്യത്തെ ഒരു ബസ്സാണ് കേട്ടോ. നല്ലൊരു നമ്മളെ നാട്ടിലത്തെ 2 ബസ് കൂടി അതിൻ്റെ ലേറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെന്തായാലും എനിക്ക് കയറണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ വീഡിയോ എടുക്കും ചെയ്യാമല്ലോ. ഇതിങ്ങനെ ഇളകുകയാണ് കേട്ടോ, ഇങ്ങനെ ചാടി പോകും പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക കണ്ടോ. അതപ്പോൾ ക്യാമറ ശരിക്ക് പിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല, അതാണ് കേട്ടോ ഒരു കുലുക്കം പോലെ തോന്നുന്നില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു വൈബ് ഇട്ടോ ഇതിൽ കയറിയിരിക്കാൻ. മെട്രോയിലൊക്കെ പോകണ ആ ഒരു ഫീലാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇതിങ്ങനെ ഒന്ന് ചാടി ഇതിൻ്റെ ഒരു ഭാഗത്ത് നടുകെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, ഒരു സ്പ്രിങ് പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടില്ല, കാരണം ഇതിൽ യാത്രക്കാർ വേറെ ഉണ്ട് കേട്ടോ, സൗദികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഫുൾ AC ആയിട്ട് ഭയങ്കര തണുപ്പിട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ബാക്ക് ഭാഗത്താണ് കേട്ടോ ഇരുന്നിട്ടുള്ളത്. പിന്നെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കുട്ടികൾക്കും ഞങ്ങൾക്കൊക്കെ ഈ ഒരു ബസ്സിൽ യാത്ര നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട് കേട്ടോ, ഹറമക്ക് ആയിഷ പള്ളിയിൽ നിന്ന് കുറച്ച് പോകാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ പോകാൻ എഴുതിയിട്ട് ഞങ്ങളെ ആദ്യം തന്നെ വിചാരിച്ചിട്ടുണ്ടായി കേട്ടോ. സ്റ്റോപ്പ് എന്ന് എഴുതുന്നോട്ട് നമുക്ക് എവിടെ ഇറങ്ങണമെന്ന് വെച്ചാൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ മാഷാ അല്ലാഹ് നല്ല രസമുള്ളൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമുക്കിത് ഫസ്റ്റ് ടൈം. മാഷാ അല്ലാഹ് നല്ല രസമുണ്ടായി കേട്ടോ. അങ്ങനെ നമ്മൾ ഹറമിലെത്തിയിട്ടുണ്ട്. ഹറമിൻ്റെ പരിസരത്തൊക്കെ ഇതുപോലെ ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ. പല ഐറ്റംസ് സാധനങ്ങളും ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് ചെരുപ്പ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കും അങ്ങനെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വാങ്ങിയിട്ടുണ്ടായിനി. നല്ല രസം ഉണ്ടായിട്ടുണ്ടായി കേട്ടോ ഇവിടെയൊക്കെ കാണാനും. അങ്ങനെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നമ്മൾ വീണ്ടും ഒരു ഉംറയും കൂടി ചെയ്തിട്ട് നമ്മൾ പോവാൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നിച്ചുൻ്റെ കൂടിയേക്കാണ് കേട്ടോ നിച്ചൂസ്. അപ്പോൾ നിച്ചൂസ് ഞാനിതുപോലെ എല്ലായിടത്തും ഞങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ് ഇതിനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. അങ്ങനെ ഇത് ഇബ്രാഹിം മക്കാമിൻ്റെ അവിടെയൊക്കെ നമുക്ക് തൊടാനും എല്ലാത്തിനും പറ്റിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കാനുണ്ട് കേട്ടോ. ഏതായാലും നമുക്ക് ഇവിടെ എല്ലാത്തിനും ചാൻസ് നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. അങ്ങനെ നമ്മൾ രാത്രി റൂമിലേക്ക് തന്നെ പോന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പിറ്റേ ദിവസം ജുമ തിരിഞ്ഞ് ജുമക്ക് ശേഷം നമ്മളെ ഫാമിലി നമ്മളെ ഒരു കസിൻ ബ്രോ വന്നിട്ടുണ്ടായിന് കേട്ടോ. മക്കയിൽ തന്നെയാണ് കേട്ടോ ജോലി. അപ്പോൾ നമ്മളെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിനി. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പിന്നെ ഇനി നമ്മൾ റിയാദിലേക്ക് തന്നെ പോരുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 5 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ റിയാദിലേക്ക് തന്നെ പോരുകയാണ്. അപ്പോൾ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ
എൻ്റെ കാക്കാൻ്റെ ഫ്രണ്ടും കാര്യങ്ങളും എല്ലാവരും വന്നിട്ടുണ്ടായിട്ട് ഇവിടെ നമ്മളെ കാണാൻ വേണ്ടിയിട്ട്. മക്കയിലുള്ള ജോലി ചെയ്യണവരൊക്കെ നമ്മളെ നാട്ടിലുള്ളവരും നമ്മളെ ബന്ധുക്കാരൊക്കെ വന്നിട്ടുണ്ടായിട്ട് എല്ലാവരും കാണാനായിട്ട് പറ്റി. അങ്ങനെ നമ്മളിങ്ങനെ പോന്ന് വഴിയിൽ കണ്ടതാണ് കേട്ടോ നമ്മളെ ഖുർആൻ ഇറങ്ങിയ മലയാണ് കേട്ടത്. ജബലുൻ നൂറാണ് കേട്ടോ ഈ കാണുന്നത്. ഈ ഒരു മലമുകളിൽ വെച്ചിട്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയണം തന്നെയായിരിക്കും. ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസായിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് വരുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കുറേ അങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ റിയാദിലേക്ക് പോന്നു കഴിഞ്ഞാൽ നമുക്കൊരു റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, രാത്രിക്കത്തെ ഫുഡ് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇശാഹ് നിസ്കരിച്ച് അവിടെ തൊട്ടടുത്ത് തന്നെ ഇശാഹ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കയറിയിട്ടുണ്ട് കേട്ടോ. വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ടാണ് നമ്മൾ റൂമിൽ നിന്ന് പോന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പിന്നെ ഇശാഹിന് ഒരു പള്ളിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മളവിടെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കൂടി ഉണ്ട്. റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ റൂമിലേക്ക് പോന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. കമൻറ്റ് എഴുതി അറിയിച്ചവർക്കും സ്റ്റിക്കറെങ്കിലും വിട്ടവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇനിയും ഇതുപോലെ സപ്പോർട്ടൊക്കെ ഞാൻ നിങ്ങളിൽ നിന്ന് നിങ്ങളെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ ഹോട്ടലിൻ്റെ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ ഇതുപോലെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു കളിക്കാനുള്ള ഒരു സ്പേസും ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഒരു ടെഡി ബിയേഴ്സിൻ്റെ ഒരു ഷോപ്പുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ് നല്ല രസമുണ്ട് ഇവിടെ കാണാൻ കേട്ടോ. ഇങ്ങനത്തെ ടോയ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നല്ലൊരു രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ കുഞ്ഞൂനും റിതുവിനും ഇതുപോലത്തെ ടോയ്സൊക്കെ നമ്മൾ കുറച്ച് വാങ്ങിയിട്ടുണ്ട്, ടെഡീസിനെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചിരിക്കുന്നത്. അറബിക് ഫുഡ് തന്നെയാണ്, ഫഹമാണ് കേട്ടോ നമ്മൾ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു മജ്ലിസ് ഉണ്ട്. ഈ ഒരു വലിയൊരു തളികൾ വെച്ചിട്ട് സുപ്ര വെച്ചിട്ട് ഇതിൻ്റെ കൂടെ ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുക ഒലീവ് ഓയിലും പെപ്പർ പൗഡറും ഇങ്ങനെ വെക്കും കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു തളികയിലൊരു സുപ്രീം കൂടിയും വിരിച്ചേക്കും. നല്ല രസമല്ലേ ഇതുപോലത്തെയൊക്കെ ഫുഡ് ഇങ്ങനെ മജ്ലിസിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ തന്നെ പ്രത്യേക ഒരു റാഹത്താണ് കേട്ടോ, നല്ലൊരു വൈബാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ദൂരമുണ്ട് നമുക്ക് റിയാദിലെത്താൻ വേണ്ടിയിട്ട്. എന്തായാലും നമ്മളെത്തിയ പോക്ക് ഒരു 2-3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ രാത്രിയിൽ. പിന്നെ നമ്മളൊരു ബസ്സിൽ കയറിയില്ലേ, ആ കയറിയ ബസ്സിന് ഒരാൾക്ക് 4 റിയാലാണ് കേട്ടോ. പിന്നെ റിതുവിനും റൈസൂനൊന്നും ടിക്കറ്റ് എടുത്തിട്ടില്ല കേട്ടോ ബസ്സിലേക്ക്. അപ്പോൾ നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അധികം നേരമൊന്നും വെയിറ്റ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നേരമൊക്കെ നമ്മൾ ചില റെസ്റ്റോറൻറ്റ് കയറിയാൽ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ച് പോരാൻ തോന്നും. കാരണം വെയിറ്റിംഗ് അത്ര ഉണ്ടാവും. വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര മുഷിപ്പല്ലേ. അതൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് ഫുഡ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കട്ടെ. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റിലെ റൈസാണിത്, നല്ല ഇഷ്ടമായിട്ടുണ്ടായി കേട്ടോ. നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇത്താത്താൻ്റെ ഫോൺ ഇങ്ങനെ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ, അതാണ് ആ സൗണ്ട്. ആരും മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് റിയാദിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോസും ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.